അന്ന് നവജാത ശിശു പിറന്നാൽ അയൽവക്കത്ത് പ്രസവിച്ചാൽ കാണാൻ പോകുന്നത് നിങ്ങളുടെ ഇന്നത്തെ കാലം പോലെ ഗിഫ്റ്റ് ബോക്സും ഒന്നും ആയിട്ടല്ല. ചെന്നാൽ ആദ്യം അമ്മമാർ ചെയ്യുന്നത് കുപ്പായം ഉയർത്തി ആ പ്രസവിക്കപ്പെട്ട കുഞ്ഞിന് പാല് കൊടുക്കും. ജാതിയും മതവും ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയുമോ ഞാൻ എത്ര പേരുടെ പാല് കുടിച്ചയാളാണെന്നറിയുമോ? ഇന്നത്തെ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കുക. ചേച്ചിമാരുടെ, ചേടത്തിമാരുടെ, ഉമ്മമാരുടെ ഒരുപാട് പാല് കുടിച്ച ഒരു ശിശുവാണ് ഞാൻ അവിടെ ജനിച്ചവനാണ്. സഹോദരങ്ങളെ, ആകെ ചെയ്യുന്ന അതാണ്. സമ്മാനം കൊടുക്കാനൊന്നും ഉണ്ടാവില്ല, പാല് കൊടുക്കും. ആ അമ്മിഞ്ചപ്പാല് കൊടുക്കുമ്പോൾ ആ മാതാവ് ഒരു വലിയ സന്ദേശം ആ കുട്ടിക്ക് കൈമാറുന്നുണ്ട്. കുഞ്ഞേ, ഞാനും നിൻ്റെ അമ്മയാണ്, എൻ്റെ മക്കൾ നിൻ്റെ സഹോദരങ്ങളാണ്. നീ വളർന്നു വരുമ്പോൾ എൻ്റെ മക്കളെ സ്നേഹിക്കണം, അനുസരിക്കണം. അവർ നിന്നെ സഹായിക്കും, ഏതാപത്തിലും നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന ഒരു വലിയ സന്ദേശം ആ മുലയൂട്ടലിലൂടെ അമ്മമാർ കൈമാറുമായിരുന്നു. 50-60കളിൽ ഞാൻ 1958 ജനിച്ചയാളാണ്. അന്ന് പ്രകൃതിയും മനുഷ്യരും തമ്മിൽ ഇഴചേർന്ന് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അന്ന് ഞങ്ങളുടെ അലാറം കോഴികളുടെ കൂവലും ചീവീടുകളുടെ കരച്ചിലുമൊക്കെ ആയിരുന്നു. വാച്ചോ ക്ലോക്കോ ടൈം പീസോ ആ നാട്ടിലുണ്ടായിരുന്നില്ല. ആ നാട്ടിൽ ആദ്യമായി ഒരു റേഡിയോ വാങ്ങുന്ന എൻ്റെ വാപ്പയാണ്. തമിഴ്നാട് കമ്പത്ത് പോയി ഒരു ഫിലിപ്സിൻ്റെ റേഡിയോ വാങ്ങിച്ചു കൊണ്ടുവന്നു. ആ റേഡിയോയിലൊന്ന് ട്യൂൺ ചെയ്താൽ സിലോൺ, അന്ന് സിലോണാണ്, ശ്രീലങ്കയല്ല, കൊളംബോ സ്റ്റേഷൻ കിട്ടും. കൊളംബോ സ്റ്റേഷനിലെ ബാങ്ക് വിളി കേട്ടിട്ടാണ് ഞങ്ങൾ റമദാനിൽ നോമ്പ് മുറിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാണ് അറിയുന്നത്, കൊളംബോയിൽ സൂര്യൻ അസ്തമിച്ച് പിന്നെയും 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ സൂര്യൻ അസ്തമിക്കുക. ഞങ്ങളുടെ നോമ്പൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ, സ്വീകരിക്കട്ടെ എന്നല്ലാതെ, കാരണം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പാണ് എത്രയോ കാലം ഞങ്ങൾ സിലോണിലെ ബാങ്ക് കേട്ട് നോമ്പ് മുറിച്ചിരുന്നത്. സഹോദരങ്ങളെ, അന്ന് മനുഷ്യർ തമ്മിൽ പരസ്പര സഹകരണവും സൗഹാർദ്ദവും അങ്ങേയറ്റമായിരുന്നു. അങ്ങനെയല്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ലായിരുന്നു. പണക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, പാവങ്ങളും ഇടത്തരക്കാരും മാത്രമായിരുന്നു അന്ന് ആ നാട്ടിലുണ്ടായിരുന്നത്. എൻ്റെ ഉമ്മ രാവിലെ പാത്രം തേച്ച് മെഴുക്കി